സമീപകാലത്ത് ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ വിവാദങ്ങളിലൊന്ന് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഓപ്പറേഷൻ സിന്ദൂർ. അതിനുശേഷം ഒരു വെടിനിർത്തൽ ധാരണയുണ്ടായി. ഈ വെടിനിർത്തൽ ധാരണ ഉണ്ടാക്കാനായിട്ട് ഒരു മധ്യസ്ഥൻ ഇടപെട്ടു. അതിൻ്റെ അവകാശവാദം ട്രംപാണ് ഉന്നയിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടായി, യുദ്ധം അവസാനിപ്പിച്ചു എന്ന തരത്തിൽ ഏതാണ്ട് മെയ് 10-ാം തീയതി 5 മണിയോടുകൂടി ഒരു പോസ്റ്റ് പങ്കുവയ്ക്കുന്നു. അത് ഇന്ത്യൻ ദേശീയ മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നു, അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വാർത്താ മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റിന്റെ മധ്യസ്ഥതയിൽ ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തലിന് ധാരണയായി എന്ന രീതിയിൽ വാർത്തകൾ പ്രചരിച്ചു. അത് അതായത് ഡൊണാൾഡ് ട്രംപ് കിട്ടുന്ന വേദികളിലെല്ലാം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം പരിഹരിക്കാൻ മധ്യസ്ഥത വഹിച്ചത് താനാണ്. 2 രാജ്യങ്ങളും തമ്മിൽ ആണവ യുദ്ധത്തിലേക്ക് വരെ പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ 2 രാജ്യങ്ങളുടെയും നേതാക്കളെയും താൻ ഫോണിൽ വിളിച്ചു. നിങ്ങൾ ആണവ യുദ്ധത്തിനാണോ പോകുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരും. യുദ്ധം അവസാനിപ്പിക്കുന്നോ അതോ ഞങ്ങളുമായിട്ടുള്ള വ്യാപാര ബന്ധം തുടരണോ? അതായത് പ്രസിഡന്റ് ട്രംപ് അവകാശപ്പെടുന്നത് അമേരിക്കയുമായിട്ടുള്ള വ്യാപാര ബന്ധം വെച്ച് വിലപേശി ഇന്ത്യയെയും പാകിസ്ഥാനെയും നിലയ്ക്ക് നിർത്തി യുദ്ധം അവസാനിപ്പിച്ചു എന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം. ഇത് അദ്ദേഹം കിട്ടാവുന്ന മൈക്കിന്റെ മുമ്പിലെല്ലാം വിളിച്ചു പറഞ്ഞു. ഏതാണ്ട് 50 അതിലധികമോ തവണ ഇക്കാര്യം ഡൊണാൾഡ് ട്രംപ് തൻ്റെ അവകാശവാദമായി പറഞ്ഞു എന്നുള്ളതാണ് വാസ്തവം. ഇന്ത്യയിൽ അത് വലിയ കോലാഹലമുണ്ടാക്കി. പ്രത്യേകിച്ചും പ്രതിപക്ഷ കക്ഷികൾ അത് സർക്കാരിൻ്റെ നയതന്ത്ര പരാജയം, അല്ലെങ്കിൽ വിദേശകാര്യ നയത്തിൽ ഉള്ള, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇന്ത്യ പാകിസ്ഥാൻ സംബന്ധിച്ചുള്ള നയത്തിൽ ഉണ്ടായ വീഴ്ച എന്ന രീതിയിൽ പ്രതിപക്ഷം വലിയ ആയുധമാക്കി. പ്രതിപക്ഷം ഭരണകൂടത്തിൻ്റെ, അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ഇക്കാര്യത്തിലുള്ള നിലപാട് ആരാഞ്ഞു. കാരണം ഇന്ത്യയും പാകിസ്ഥാനുമായി കാലാകാലങ്ങളിലുള്ള സംഘർഷങ്ങൾ, അല്ലെങ്കിൽ അഭിപ്രായ ഭിന്നതയെല്ലാം ഉഭയകക്ഷി ചർച്ചകളിലൂടെ മാത്രമാണ് അത് പരിഹരിക്കപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ അത്തരത്തിൽ ഇടപെടൽ നടത്തിയിട്ടുള്ളത്. ഇക്കാര്യത്തിൽ നാളിതുവരെ ഒരു മധ്യസ്ഥൻ, മുമ്പ് പലവട്ടം പല അമേരിക്കൻ പ്രസിഡന്റുമാർ ഈ 2 രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം പരിഹരിക്കാൻ, അല്ലെങ്കിൽ കശ്മീർ വിഷയം പരിഹരിക്കാൻ മധ്യസ്ഥ വഹിക്കാമെന്ന വാഗ്ദാനവുമായി വന്നെങ്കിലും ഇന്ത്യ അത് നിരസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ പൊതു നിലപാട്, അത് രാഷ്ട്രീയ ഭേദമന്യേ പല രാഷ്ട്രീയ കക്ഷികളും ഇന്ത്യയിൽ അധികാരത്തിൽ വന്നിട്ടുണ്ട്, പല ഭരണകർത്താക്കളും ഇന്ത്യയുടെ അധികാരം കൈയാളിയിട്ടുണ്ട്. അപ്പോഴെല്ലാം തന്നെ അതിൽ ഒരു ഉറച്ച തീരുമാനം ഇന്ത്യക്കുണ്ടായിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഇത്തരത്തിലുള്ള പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടത് അത് ഉഭയകക്ഷി ചർച്ചയിലൂടെ മാത്രമായിരിക്കണം. ഈ കാശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമാണ് എന്ന തലത്തിലാണ് ഇന്ത്യ നിലപാടെടുത്തത്. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂറിന്റെ കാര്യത്തിൽ ഈ പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഇത്തരത്തിൽ അവകാശവാദവുമായി രംഗത്തെത്തിയത് വലിയ വിവാദങ്ങൾക്ക് വഴി തുറന്നിരുന്നു. പക്ഷേ ഇന്ത്യ അത് നിരാകരിച്ചുകൊണ്ട് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. കാരണം ഏത് തരത്തിലാണ് വെടിനിർത്തൽ ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ച് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. 2 രാജ്യത്തെയും DGMOമാർ, അതായത് സൈനിക മേധാവികൾ ഹോട്ട്ലൈൻ വഴി ബന്ധപ്പെട്ട് മെയ് 10-ാം തീയതി പാകിസ്ഥാനാണ് ആദ്യം രാവിലെ ഇങ്ങോട്ട് വിളിച്ചു നോക്കി. ഇന്ത്യയുടെ സൈനിക മേധാവിയെ ഫോണിൽ കിട്ടിയില്ല. ഉച്ചയ്ക്ക് ശ്രമിച്ചു നോക്കി, കിട്ടിയില്ല. അങ്ങനെ 3:55 ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും സൈനിക മേധാവികൾ തമ്മിൽ സംസാരിച്ച് പാകിസ്ഥാന്റെ അഭ്യർത്ഥന മാനിച്ച് ഇന്ത്യ വെടിനിർത്തലിന് സന്നദ്ധമായി എന്നുള്ളതാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ വാർത്ത പുറത്തുവിട്ടത്. ഇക്കാര്യം ട്രംപ് ഈ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഇത്തരത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടും ട്രംപ് പിന്നെയും ഈ അവകാശവാദം തുടർന്നു എന്നുള്ളതാണ് വാസ്തവം. പ്രധാനമന്ത്രി മോദി അദ്ദേഹത്തെ നേരിട്ട് ഫോണിൽ വിളിച്ചപ്പോൾ പോലും ഏത് സാഹചര്യത്തിലാണ് ഓപ്പറേഷൻ സിന്ദൂർ നടന്നതെന്നും ഏത് സാഹചര്യത്തിലാണ് വെടിനിർത്തൽ ഉണ്ടായതെന്നും കൃത്യമായി ട്രംപിനോട് വിശദീകരിച്ചതാണ്. പക്ഷേ അപ്പോഴും ട്രംപ് തൻ്റെ അവകാശവാദത്തിൽ ഉറച്ചു നിന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ ട്രംപിനെ അടക്കം തള്ളിക്കൊണ്ട് പാകിസ്ഥാൻ തന്നെ രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ സംഗതി. ഇത് പറയാൻ കാരണം പാകിസ്ഥാൻ ട്രംപിന് നോബൽ സമ്മാനത്തിന് ശുപാർശ വരെ ചെയ്ത ഒരു രാജ്യമാണ്. ട്രംപ് ഇന്ത്യയുമായിട്ടുള്ള സംഘർഷത്തിൽ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ഇടപെട്ടു, അല്ലെങ്കിൽ 2 രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം പരിഹരിക്കാൻ ട്രംപ് കാരണക്കാരനായി. അതിനുള്ള സാക്ഷ്യപത്രം എന്ന നിലയ്ക്കാണ് പാകിസ്ഥാൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് ശുപാർശ ചെയ്തത്. അപ്പോൾ അതും ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴി തുറന്നിരുന്നു. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാന്റെ വിദേശകാര്യ മന്ത്രി തന്നെ പറയുകയാണ്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ അത് 2 രാജ്യങ്ങളും തമ്മിൽ കൈക്കൊണ്ട തീരുമാനമാണ്. ഇത് പറയുന്നത് അൽ ജസീറ എന്ന് പറയുന്ന ഒരു മാധ്യമത്തോടു കൂടിയാണെന്ന് ഓർക്കണം.
അൽ ജസീറയ്ക്ക് പ്രഖ്യാപിതമായി ഇന്ത്യ വിരുദ്ധ നിലപാടുകളുള്ള ഒരു മാധ്യമം കൂടിയാണ്. ആ ഒരു മാധ്യമത്തോടാണ് പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ പേര് ഇസ്ഹാഖ് ധർ എന്നാണ്. അദ്ദേഹം പറയുന്നു, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടത്തിയ ചർച്ചകളിലൂടെയാണ് ഈ വെടിനിർത്തൽ ധാരണ ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്നാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ തുടക്കം മുതലേ എടുത്ത നിലപാട്. ഇതിന് വേണ്ടത് ഉഭയകക്ഷി പരിഹാരമാണ്, ഒരു മധ്യസ്ഥന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഇന്ത്യ ആദ്യം മുതലേ നിലപാടെടുത്തത് എന്നുള്ളതാണ് പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി പറയുന്നത്. പിന്നെ മൂന്നാമതൊരാളുടെ ഇടപെടലിനെ ഇന്ത്യ ഒരു തരത്തിലും അംഗീകരിച്ചിട്ടില്ല. പിന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, പാകിസ്ഥാൻ ഈ പറയുന്ന മധ്യസ്ഥനെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിൽ ഇടപെടുന്നതിനെ പാകിസ്ഥാൻ സ്വാഗതം ചെയ്തു. പക്ഷേ ഇന്ത്യ അത് ഒരു കാരണവശാലും അംഗീകരിച്ചിരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഇന്ത്യ പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നേരത്തെ മുതൽ ഇത്തരത്തിലൊരു മധ്യസ്ഥനെ അനുവദിച്ചിരുന്നില്ല. ഇക്കാലം അത്രയും ഇന്ത്യ ഉഭയകക്ഷി ചർച്ചകൾക്ക് മാത്രമാണ് അത്തരത്തിലുള്ള നിലപാടാണ് എടുത്തിട്ടുള്ളതെന്നാണ് അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട്. അമേരിക്ക സഹായം വാഗ്ദാനം ചെയ്തു, പക്ഷേ അത് പാകിസ്ഥാന് അംഗീകരിക്കാമായിരുന്നു. പക്ഷേ ഇന്ത്യ ഇക്കാര്യത്തിൽ ഉഭയകക്ഷി ചർച്ചകൾക്ക് മാത്രമാണ് നിലപാടെടുത്തത് എന്നുള്ളതാണ്. ഇനി ഒരു കാര്യം കൂടിയുണ്ട്, ഈ മാധ്യമം അൽ ജസീറ ഈ വിദേശകാര്യ മന്ത്രിയോട് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. ഈ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി, അദ്ദേഹത്തിൻ്റെ പേര് മാർക്കോ റൂബിയോ, അദ്ദേഹം പോലും ട്രംപിന്റെ ഇടപെടലിനെ സ്ഥിരീകരിക്കുന്നുണ്ട്. ട്രംപ് ഇത്തരത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ ചർച്ചകൾക്ക് മധ്യസ്ഥ വഹിച്ചിട്ടുണ്ട് എന്ന മാർക്കോ റൂബിയോ പോലും പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ വീണ്ടും പാകിസ്ഥാന്റെ വിദേശകാര്യ മന്ത്രി പറയുകയാണ്, ഇല്ല, ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് നേരത്തെ പറഞ്ഞതുപോലെ ഉഭയകക്ഷി ചർച്ചകളിലൂടെ ആ ചർച്ചകൾ മാത്രം മതി എന്നുള്ളൊരു നിലപാടാണ് ഇന്ത്യ കാലാകാലങ്ങളിൽ എടുത്തിട്ടുള്ളത്. ഇക്കാര്യത്തിലും അത്തരത്തിലുള്ളൊരു നിലപാടാണ് എടുത്തിട്ടുള്ളതെന്നാണ്. അപ്പോൾ ഇപ്പോൾ ഒരു കാര്യം നമുക്ക് വ്യക്തമാവുകയാണ്, ഈ ട്രംപിന്റെ മധ്യസ്ഥത അല്ലെങ്കിൽ ട്രംപിന്റെ അവകാശവാദം സംബന്ധിച്ചുള്ള എല്ലാ വാർത്തകളും ഇതോടുകൂടി ഏതാണ്ട് പരിസമാപ്തിയിലെത്തി എന്ന് വേണം പറയാൻ. കാരണം ഇനി ആ ഒരു വിവാദത്തിന് പ്രസക്തിയില്ല. നമ്മൾ പല രീതിയിൽ ആ കാര്യം പറഞ്ഞ് വിശദീകരിച്ചെങ്കിലും പലർക്കും അതങ്ങ് വിശ്വാസമായില്ലായിരുന്നു, അതിൻ്റെ ആധികാരികത ഇത്തരത്തിൽ. കാരണം അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ്, അദ്ദേഹം പലതവണ ഇന്ത്യയും പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടിരുന്നു എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. സ്വാഭാവികമാണ്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വലിയ രീതിയിൽ സംഘർഷം ഉണ്ടാകുമ്പോൾ രണ്ട് രാജ്യങ്ങളുമായും സഹകരിക്കുന്ന രാഷ്ട്രമെന്ന നിലയിൽ അമേരിക്ക രണ്ട് രാഷ്ട്ര നേതാക്കളുമായി സംസാരിക്കുക സ്വാഭാവികമാണ്. പക്ഷേ അതൊന്നും രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള മധ്യസ്ഥ ശ്രമങ്ങളുടെ ഭാഗമല്ല എന്നുള്ളതാണ് ഇന്ത്യ നേരത്തെ തന്നെ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ പാക് വിദേശകാര്യ മന്ത്രി തന്നെ രംഗത്ത് വന്നിട്ട് പറയുകയാണ്, ട്രംപിന്റെ മധ്യസ്ഥത പാകിസ്ഥാന് സ്വീകാര്യമായിരുന്നു, പക്ഷേ ഇന്ത്യ ഒരു കാരണവശാലും അത്തരത്തിലൊരു മൂന്നാമസ്ഥന്റെ ഇടപെടൽ അംഗീകരിച്ചിരുന്നില്ല. അപ്പോൾ ഇനി ഒരു കാര്യം ഉറപ്പിക്കാം, ഈ ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ചുള്ള വെടിനിർത്തൽ കരാറിൽ ട്രംപിന് യാതൊരു റോളുമില്ല. ഇത് സംബന്ധിച്ച് നമ്മുടെ രാജ്യത്ത് തന്നെ ഉയർന്ന സംശയങ്ങളും അല്ലെങ്കിൽ ആക്ഷേപങ്ങളും ഇതോടെ അവസാനിക്കുകയാണ്.